So welcome to the third part. So first പാർട്ടിൽ നമ്മൾ PRD സെറ്റ് ചെയ്തു പ്രോംപ്റ്റ്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തതാണ് MVP. തേർഡ് പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ ഫങ്ഷനാലിറ്റീസും യൂസർ സൈനിനും ലോഗിനും ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ അവസാനമായിട്ട് നമ്മൾ സൂപ്പർ ബേസ് കണക്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ബേസ് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു യൂസറിൻ്റെ അക്കൗണ്ടും ലോഗിനും റിയൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന അങ്ങനത്തെ ഡീറ്റെയിൽസ് ഫങ്ഷനാലിറ്റി നമുക്കിതിൽ ചെയ്യാം. സോ നമ്മൾ പറയുന്നു ആഡ് യൂസർ ലോഗിൻ ആൻഡ് സൈൻ അപ്പ് and also add real data and storing real data. ഞാൻ പറയുന്നു also redesign the UI to be more modern, കുറച്ചുകൂടി മോഡേൺ ആയിട്ട് ലൈക്ക് AI ഇത് റീഡിസൈൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. സോ നിങ്ങൾ ആ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡാറ്റാബേസ് ചേഞ്ച് ചെയ്യുന്നതാണ്. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടെയ്നർ പോലത്തെ ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇത് നടത്തുന്നത്. നിങ്ങളത് ലൈക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് നിങ്ങളത് നോക്കുക, ഒത്തൻറ്റിക്കേഷൻ ഡാറ്റാബേസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഡാറ്റാബേസിൽ ചേഞ്ചസിൽ അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ ലവബിൾ എന്താ ഉണ്ടാക്കി തരും. നിങ്ങൾ അതിന് വേണ്ടി ലൈക്ക് ഡാറ്റാസും ടേബിൾസും എല്ലാം അറേഞ്ച് ചെയ്യാനുള്ള ഒരു കണ്ടെയ്നേഴ്സ് സെറ്റ് ചെയ്ത് തരും. ഓക്കെ സോ നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാൻ സൈനപ്പ് പറഞ്ഞപ്പോൾ ലൈക്ക് ഒരു പുതിയൊരു പേജ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാം സൈനപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ സൈനപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. സോ ജസ്റ്റ് അവിടെ പോവാം. സൈനപ്പ് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ പേരടിക്കുന്നുണ്ട്. മെയിലടിക്കുന്നുണ്ട്, പാസ്വേഡ്. ഓക്കെ സോ എനിക്ക് ഇമെയിൽ വന്നിട്ടുണ്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടി. സോ നമുക്കത് ചെക്ക് ചെയ്യാം. സോ കണ്ടോ, എൻ്റെ ഇമെയിൽ വന്നിട്ടുണ്ട് സൂപ്പർ ബേസിൻ്റെ. സോ ജസ്റ്റ് കൺഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ സോ ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഡാറ്റാസ് ആഡ് ചെയ്തിട്ട് അത് മാറുന്നുണ്ടോ നോക്കാം. ഇൻകം ആഡ് ചെയ്തിട്ടുണ്ട്. സാലറി ആയിട്ട് എനിക്കൊരു 5,000 rupees കിട്ടിയെന്ന് വിചാരിക്കും. ഫ്രീലാൻസ് ആയിട്ട് ഫ്രീലാൻസ് വെബ്. ഓക്കെ ഞാൻ ഇപ്പോൾ റീഫ്രഷ് ചെയ്യട്ടെ. ഓക്കെ റീഫ്രഷ് ചെയ്താൽ ഡാറ്റാസ് അവിടെ തന്നെ ഉണ്ട്. ഇപ്പം ഞാൻ മൈനസ് ചെയ്ത് നോക്കട്ടെ. എക്സ്പെൻസ് ഞാൻ പറയുന്നു ഫുഡിന് ഒരു 200 രൂപ പോയി ഔട്ട്സൈഡ്. ഓക്കെ പോയിക്കാൻ നിങ്ങൾക്ക് കാണാം ലൈക്ക് ബാലൻസിങ് കറക്റ്റായിട്ടാണ് വരുന്നത്. സോ ഫങ്ഷനാലിറ്റി വൈസ് എല്ലാം ഓക്കെ ആണ്. സോ നമുക്ക് ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വേറെ യൂസർ കൂടി ലൈക്ക് ഓർക്കും കൂടി അതില്ല. സോ ഫങ്ഷനാലിറ്റി വൈസ് നമ്മൾ ആപ്പെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇനി വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ സോ ഫങ്ഷനാലിറ്റി വൈസ് നമ്മൾ ഇൻകം ആഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സ്പെൻസ് ആഡ് ചെയ്യുന്നുണ്ട്, ട്രാൻസാക്ഷൻ ലാസ്റ്റ് ട്രാൻസാക്ഷൻ. സോ ആപ്പ് കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ്. സോ ഈ ട്രാൻസാക്ഷനിൽ പോയി ഇങ്ങനെ എന്താ ഡിസൈൻ എനിക്ക് കാറ്റഗറി വൈസ് സ്പ്ലിറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ ഇൻകം ആയിട്ട് എത്ര വന്നു ഡീറ്റെയിൽസ് എല്ലാം റെഡിയാണ്. എനിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. സോ ആപ്പ് റെഡിയാണ്. സോ ഇനി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് എവറിത്തിങ് കംപ്ലീറ്റ്ലി റെഡിയാണ്. സോ ഇതിൽ എനിക്ക് ഒരു ഫീച്ചർ കൂടി വേണമെന്ന് വെച്ചാൽ എനിക്കൊരു AI പവർഡ് ഫീച്ചറാണ്. അതായത് ഒരു ചാറ്റ് ബോട്ട്. ആ ചാറ്റ് ബോട്ടിന് ഈ ട്രാൻസാക്ഷനായിട്ട് എന്തുണ്ടാവും, ആക്സസ് ഉണ്ടാവും. സോ ഇപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് എന്താണ്, എൻ്റെ ഏറ്റവും കൂടുതൽ ഇൻകം എന്താണ്, എക്സ്പെൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ ലൈക്ക് ട്രാൻസാക്ഷൻസ് നോക്കി എൻ്റെ ഇൻകം ബാലൻസിൽ നോക്കി അതിൽ നിന്ന് ഡാറ്റാസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റണം. സോ ആ ഒരു ഫീച്ചർ ആഡ് ചെയ്യണം നെക്സ്റ്റ് പാർട്ടിലേക്ക്. സോ താങ്ക് യു.